നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കുകൾ? പ്രധാനമായിട്ടും നമുക്ക് കുറെ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇന്ത്യയിലെ ചുറ്റുമായിട്ട്, ഇന്ത്യയിലെ പല ഭാഗങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, കൺസർവേഷൻ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ടൈഗർ റിസർവ്സ്, ബയോസ്ഫിയർ റിസർവ്സ് ആൻഡ് റാംസർ സൈറ്റ്സ്. ഇതൊക്കെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ഡയഗ്രാമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പല പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഈ കോറിഡോർസ് ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി പോസിബിൾ അല്ലെങ്കിലും, ധാരാളം പോപ്പുലേഷൻ നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് കണക്ടിവിറ്റി പോസിബിൾ അല്ലെങ്കിലും ഏറെക്കുറെ ഒരു വൈൽഡ് ലൈഫ് ട്രസ്പാസിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള കുറേ അധികം കണക്ടിവിറ്റി കോറിഡോർസ് നമ്മുടെ ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അകത്ത് കുറെ കണക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ആൻഡ് പോയിന്റ്സ് ടു പോയിന്റ് നമ്മൾ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊട്ടക്റ്റഡ് ഏരിയ ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ അത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. UPSC പലതവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന താഴെ പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ ഏത് സ്റ്റേറ്റിലുള്ളതാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയയും അതിൻ്റെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് പഠിക്കുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആൻഡ് റീജിയൻ. പ്രൊട്ടക്റ്റഡ് ഏരിയ ആൻഡ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, അത് ഏത് റീജിയനിലാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ബയോജിയോഗ്രഫിക് റെൽസ് ഉണ്ടല്ലോ ഇന്ത്യയുടെ കേസിൽ. ഇപ്പോൾ വെസ്റ്റേൺ ഗാറ്റ്സ് എന്ന് പറയും, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് പറയും, ഹിമാലയാസ് പറയും, ആരവല്ലീസ്, അങ്ങനെ കുറേ ജോഗ്രഫിക്കൽ ഐഡന്റിറ്റീസ് ഉണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടും. ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഏത് റീജിയൻ വൈസ് വരികയാണ്, ഏത് ക്ലൈമറ്റ് റേഞ്ചിൽ വരികയാണെന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്. അതേപോലെ എക്സ്ക്ലൂസീവ് സ്പീഷീസ് ആൻഡ് അസോസിയേഷൻ വിത്ത് ദ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇഫ് എനി. അതായത് ചില പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതും പഠിക്കാൻ അത്യാവശ്യമാണ്. ചിലപ്പോൾ എല്ലാ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനും അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ ചിലതിന് ഒരു പ്രത്യേക ഒരു സ്പീഷീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസിരംഗയുടെ കേസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വൺ ഹോർൺഡ് റൈനോസറസ് ആണ്. അപ്പൊ അതിന്റെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അതുപോലെ സ്പീഷീസ് പ്രൊട്ടക്റ്റഡ് ഏരിയ അസോസിയേഷൻ, അതും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എംഫസിസ് ടു നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് ആൻഡ് റാംസർ സൈറ്റ്സ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞേക്കുന്ന 3 പ്രൊട്ടക്റ്റഡ് ഏരിയ കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നാഷണൽ പാർക്ക്, അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ്, അല്ലെങ്കിൽ റാംസർ സൈറ്റ്സ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വെയിറ്റേജ് കൊടുക്കുമ്പോൾ ഇത്തരം പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് വെയിറ്റേജ് കൊടുക്കുക. വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഈ പറയുന്ന IBA ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ടത് ഈ 3 കാറ്റഗറീസിനാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതായത് നമ്മൾ നാഷണൽ പാർക്സിനെ കുറിച്ച് പറയുന്നു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചും നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ലീഗൽ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ബ്രഷപ്പ് ചെയ്യാണ് കേട്ടോ. എന്താണ് നാഷണൽ പാർക്ക്? നമ്മുടെ ഇന്ത്യയുടെ കൺട്രിയിലെ ബയോഡൈവേഴ്സിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാഷണൽ പാർക്സ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫോറസ്റ്റേഷൻ, ഹണ്ടിങ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ് വിത്ത് പ്രൈം കോസ്. ഈ ഇത്തരം റീസൺസ് കൊണ്ടാണ് ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുകയും നാഷണൽ പാർക്കുകൾ അത് ഡെസിഗ്നേറ്റ് ചെയ്യുകയും ചെയ്തേക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ത്രെറ്റുകൾ ഏതൊക്കെയാണ്? ഡിഫോറസ്റ്റേഷൻ, ഹണ്ടിങ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിലത്തെ ഏതാ? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റിന് എല്ലാവർക്കും അറിയായിരിക്കും. മാനിറ്റേഴ്സ് ഓഫ് രുദ്രപ്രയാഗ് അല്ലെങ്കിൽ മാനിറ്റേഴ്സ് ഓഫ് കുമാവൺ പോലെയുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന പഴയൊരു ഹണ്ടർ ആയിരുന്നു ഇന്ത്യയിൽ. ആള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹണ്ടറും അതുപോലെ കൺസർവേഷനിസ്റ്റും ആയിരുന്നു. അപ്പൊ ജിം കോർബറ്റിന്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് വന്നേക്കുന്നത്. ആദ്യം അതിന്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു കേട്ടോ. ഹെയ്ലി നാഷണൽ പാർക്ക് 1936 രൂപപ്പെട്ടത്. പിന്നീട് അത് പേര് മാറ്റിയിട്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള പേര് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1936 നാഷണൽ പാർക്ക് വന്നെങ്കിലും അതിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടുന്ന എപ്പോഴാണ്? നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കൺസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടുന്നത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ടാണ്. ഓക്കെ,
അതേസമയത്ത് തന്നെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 പിന്നെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ തമ്മിൽ കൂടി ചേർന്നിട്ട് നടത്തിയ ഒരു കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനെ കുറിച്ചിട്ടും എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചിട്ടും എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയുടെ ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെ ആദ്യം നടത്തിയ ഒരു ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലാണ് നമ്മൾ ഈ പറയുന്ന വാട്ടർ ആക്ടും എയർ ആക്ടും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും പോലെയുള്ള ആക്ടുകൾക്കൊക്കെ വഴിതിരിച്ച് വിട്ടത് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആയിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൈലന്റ് സ്പ്രിംഗ്, റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് പോലുള്ള പുസ്തകങ്ങൾ. ഇതൊക്കെയാണ് ലോകത്തിലുള്ള പൊല്യൂഷനെ കുറിച്ചിട്ടൊക്കെയുള്ള പിന്നെ അതിന്റെ ഡേഞ്ചേഴ്സ് ഒക്കെ ലോകത്തിന് മുന്നിൽ എടുത്ത് കാട്ടിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് വരുന്നത്. അപ്പോൾ അതിനും ഈ പറയുന്ന നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ റൂൾസും റെഗുലേഷൻസിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ അതാണോ WPAക്ക് കാരണമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. WPA സെയിം ഇയറിൽ തന്നെയാണ് വന്നെങ്കിലും സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് തൊട്ട് മുന്നേ ആയിട്ടാണ് WPA സാങ്ഷൻ ആവുന്നത്. അതുപോലെ ഡിഫറെന്റ് NGOസും ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ എന്താണ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. WWF, വേൾഡ് വൈഡ് ഫണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു പാണ്ടയുടെ ലോഗോ ആയിട്ടുള്ള WWF. അതുപോലെ IUCN ഒക്കെയാണ് റെഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഓർഗനൈസേഷനൊക്കെ ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ലാൻഡ്സ്കേപ്പ്, ഫോണ ആൻഡ് ഫ്ലോറ ആർ പ്രസന്റ് ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ് ഇൻ നാഷണൽ പാർക്ക്. നമുക്കറിയാം, നമ്മൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും പഠിച്ചിട്ടുണ്ട്. ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് നാഷണൽ പാർക്കുകൾ. അതായത് ഒരു പിന്നെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പിന്നെ ഫ്ലോറ അല്ലെങ്കിൽ ഫോണ ഏത് ഹാബിറ്റാറ്റിലാണോ ഇരിക്കുന്നത് ആ ഹാബിറ്റാറ്റിലാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് പിന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് സൂ പോലെ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയുള്ള വേറൊരു പിന്നെ ഡിറ്റർമിൻഡ് വേറൊരു സ്ഥലത്ത് നമ്മൾ പിന്നെ പാർപ്പിക്കുന്നതിന് പകരം നമ്മൾ ഏത് സ്ഥലത്താണോ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, ഏത് സ്ഥലത്താണോ അത് ജീവിക്കുന്നത്, അവിടെ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ പറയുന്നത്. നാഷണൽ പാർക്ക് അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ദ ബൗണ്ടറീസ് ആർ ഫിക്സ്ഡ് ആൻഡ് ഡിഫൈൻഡ്. നാഷണൽ പാർക്കിന്റെ കേസിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇതിന് പെർട്ടിക്കുലർ ഒരു ബൗണ്ടറി ഉണ്ട്, അത് ഡിഫൈൻഡ് ആണ്, അത് ഫിക്സ്ഡ് ആണ്. ആൻഡ് ഹിയർ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ്. ഇൻ നാഷണൽ പാർക്കിന്റെ കേസിൽ ഹ്യൂമൻ ആക്ടിവിറ്റി ജനറലി അലൗഡ് അല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ചില നാഷണൽ പാർക്കുകളിലൊക്കെ ഇപ്പോഴും ട്രൈബൽ പോപ്പുലേഷനൊക്കെ, ഇൻഡിജിനസ് പോപ്പുലേഷനൊക്കെ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ ജനറലി പറയുമ്പോൾ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ഇൻസൈഡ് എ നാഷണൽ പാർക്ക്. ആൻഡ് ഗ്രേസിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് പ്രൈവറ്റ് ടെന്യൂറൽ റൈറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ്. നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കേസിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് നാഷണൽ പാർക്കിൽ നിന്നുള്ള. അതായത് ഈ ഗ്രേസിങ്ങോ അല്ലെങ്കിൽ ബേസിക് ടെന്യൂറൽ ആക്ടിവിറ്റീസ്, ഈ പറയുന്ന പോലെ ഫയർവുഡ് കളക്ഷൻ, ചെറിയ പിന്നെ എന്താണ് ഫ്ലവർ കളക്ഷൻ, ഫ്രൂട്ട് കളക്ഷൻ പോലെയുള്ള കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഈ ആക്ടിവിറ്റീസ് ഒന്നും നാഷണൽ പാർക്കിനകത്ത് പെർമിറ്റഡ് അല്ല. പക്ഷെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്ത് ഇത് ചെറിയ തോതിലൊക്കെ പെർമിറ്റഡ് ആണ്. അതാണ് ഈ രണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. They cannot be downgraded to the status of a sanctuary. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാഷണൽ പാർക്കും സാങ്ച്വറിയുടെ കേസിൽ പറയുമ്പോൾ സാങ്ച്വറി ഒരു ഇൻഫീരിയർ പൊസിഷനാണ് നാഷണൽ പാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ വൺസ് ഒരു നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കിയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ പോസിബിൾ അല്ല. നേരെ മറിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ നാഷണൽ പാർക്ക് ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം, തിരിച്ച് നാഷണൽ പാർക്കിൽ നിന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് നാഷണൽ പാർക്കുകൾ ഉണ്ട്. ഏകദേശം 106 നാഷണൽ പാർക്കാണ് ആസ് ഓഫ് നൗ നമ്മുടെ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി ഓരോ റീജിയൻ വൈസ് നമ്മൾ കുറച്ച് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഓരോ റീജിയൻ വൈസ്, അതായത് വെസ്റ്റേൺ ഘാട്ടിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ, സെൻട്രൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ, അങ്ങനെ ഓരോ റീജിയൻ വൈസ് ആയിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ട് വെസ്റ്റേൺ ഘാട്സ് നമുക്ക് അറിയാവുന്ന ഒരു ഭൂവിഭാഗമാണ്. നമ്മുടെ ഈ കേരളമൊക്കെ ഉൾപ്പെടുന്ന പിന്നെ ഭാഗമാണ് വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് അവിടെ കാണുന്ന പ്രധാന ഫോറസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ, ഡെസിഡേഴ്സ് ആൻഡ് തോൺ ഫോറസ്റ്റ്. നമ്മൾ ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ പറഞ്ഞ സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വെസ്റ്റേൺ ഘാട്സിലുള്ള ഫോറസ്റ്റ് ടൈപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ളത് എവർഗ്രീൻ, നിത്യഹരിത വനങ്ങളുണ്ട്, അതുപോലെ ഇലപൊഴിയും കാടുകളുണ്ട്, അതേപോലെ തന്നെ മുള്ള് ഉള്ള കള്ളിമുൾ ചെടികളും മുൾച്ചെടികളൊക്കെയുള്ള കാടുകൾ, അതായത് തോൺ ഫോറസ്റ്റുകളുണ്ട്.
വെസ്റ്റേൺ ഘാട്ടിൽ മെയിനായിട്ട്. റിച്ച് ബയോഡൈവേഴ്സിറ്റി ആണ്, നമുക്കറിയാം ധാരാളം ഫ്ലോറ ആൻഡ് ഫോണ എൻഡമിക് ആണ് വെസ്റ്റേൺ ഘാട്സിന്. ലോകത്ത് വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഹാർബർ ചെയ്യുന്ന ഒരു വലിയൊരു ഭൂവിഭാഗമാണ് വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത്. ഏകദേശം ഈ പറയുന്ന ഗുജറാത്തിന്റെ സദേൺ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ട്രിവാൻഡ്രം അല്ലെങ്കിൽ തമിഴ്നാടിന്റെ കന്യാകുമാരിക്ക് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഏകദേശം 1600 കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന്റെ എന്താണ് നീളം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഇറ്റ് പാസസ് ത്രൂ 6 സ്റ്റേറ്റ്സ് കേട്ടോ, 6 സ്റ്റേറ്റ്സിലെ കൂടിയാണ് വെസ്റ്റേൺ ഘാട്സ് കടന്നു പോകുന്നത്. ആൻഡ് യുനെസ്കോനെ സംബന്ധിച്ചിടത്തോളം ഇത് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യുനെസ്കോ. വെസ്റ്റേൺ ഘാട്സിലെ എല്ലാ റീജിയണും വെസ്റ്റേൺ ഘാട്സിന് എൻറ്റയർലി നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ നാഷണൽ പാർക്കാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക് ഇൻ എൻറ്റയർ ഇന്ത്യ, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. കേരളത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അട്ടപ്പാടിയുടെ ഒക്കെ അടുത്തായിട്ട്, അട്ടപ്പാടിക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് മുക്കാലി എന്ന് പറഞ്ഞ ടൗൺ, അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈലന്റ് വാലിയുടെ കേസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്നുള്ള പേര് വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈലന്റ് വാലി, സൈലന്റ് ആയിട്ടുള്ള വാലി. നമ്മുടെ നോർമലി നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത്, നമ്മൾ ഈ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ചീവിടുന്ന ശബ്ദം ഉണ്ടാവും. നമ്മൾ സിക്കാഡ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റുകളാണ് സിക്കാഡ. അപ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, അതൊക്കെ ചീവീടുകൾ എന്ന് പറയും നമ്മൾ ക്രിക്കറ്റ്. പക്ഷെ ഈ ക്രിക്കറ്റിന് പുറമെ സിക്കാഡ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കേട്ടോ, ഈ പിന്നെ നമ്മുടെ നോർമൽ ഈ കാടിനകത്ത്. അപ്പോൾ സന്ധ്യാസമയമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ ഭയങ്കര ശബ്ദമാണ് ഈ പിന്നെ സിക്കാഡ കാരണം. പക്ഷെ സൈലന്റ് വാലിയുടെ ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയയിൽ സിക്കാഡയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സിക്കാഡയുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് റിലേറ്റീവ്ലി സൈലന്റ് ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ശരിക്കും സൈലന്റ് വാലി എന്നുള്ള പേര് വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും സിക്കാഡ ഉണ്ട് എന്നാണ് പലപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് പാലക്കാടാണ്, കേരളയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ലയൺ ടെയിൽഡ് മക്കാക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ലയൺ ടെയിൽഡ് മക്കാക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് എൻഡമിക് ആണ് അല്ലേ. ലയൺ ടെയിൽഡ് മക്കാക്ക് ഈസ് എൻഡമിക് ടു വെസ്റ്റേൺ ഘാട്ടാണ്. വെസ്റ്റേൺ ഘാട്ടിൽ മാത്രമേ കാണുള്ളൂ, ലോകത്ത് വേറെ എവിടെയും കാണില്ല. ഈ ലയൺ ടെയിൽഡ് മക്കാക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അത് സൈലന്റ് വാലിയിൽ മാത്രമേ ഉള്ളൂ, അല്ല സൈലന്റ് വാലിയിൽ നാഷണൽ പാർക്കിലല്ല, വെസ്റ്റേൺ ഘാട്സിൽ എൻഡമിക് ആണ്. വെസ്റ്റേൺ ഘാട്സിന്റെ പല സ്ഥലങ്ങളിലും നിത്യഹരിത വനങ്ങളിലും ഹില്ലുകളിലൊക്കെ ലയൺ ടെയിൽഡ് മക്കാക്ക് കാണുന്നുണ്ട്. പക്ഷെ സൈലന്റ് വാലിയിൽ ഇത് എക്സ്ക്ലൂസീവ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ഇപ്പോൾ പെരിയാർ നാഷണൽ പാർക്ക് എടുക്കുകയാണെങ്കിൽ, പിന്നെ പറമ്പിക്കുളം എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ മക്കാക്കുകളുണ്ട്. നിങ്ങൾ പിന്നെ വാൽപ്പാറയിൽ പോവുകയാണെങ്കിൽ, അതായത് തൃശ്ശൂർ വഴി അതിരപ്പള്ളി വഴി വാഴച്ചാല് വഴി വാൽപ്പാറ റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറെ ലയൺ ടെയിൽഡ് മക്കാക്കിനെ കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഈ വാല് ശ്രദ്ധിച്ചോ, ഇത് ലയൺ ടെയിൽഡ് ആണ്. അതായത് പിന്നെ സിംഹവാല് കുരങ്ങ് നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ സിംഹത്തിനോട് സാമ്യമുള്ള വാലാണ് ലയൺ ടെയിൽഡ് മക്കാക്കിനുള്ളത്. പിന്നെ ഈ സിംഹത്തിനോട് സാമ്യമായിട്ടുള്ള ഒരു മെയിനും ഇതിനകത്ത് കാണാം. നമ്മൾ ഈ പറയുന്ന മെയിൻ എന്ന് പറയും അതിനെ, ഈ മെയിൻ, അതായത് MEIN, ഒരു സട നമ്മളൊക്കെ പറയില്ല. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഇതിനുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ഇതിനാ പേര് വരാൻ കാരണം, വാൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിനാ പേര് വരാൻ കാരണം കേട്ടോ. ലയൺ ടെയിൽഡ് മക്കാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ലയൺ ടെയിൽ LTM എന്നൊക്കെ പറയും ഷോർട്ട് ഫോമിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പിന്നെ മെയിൻ ആയിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ എവർഗ്രീൻ ഫോറസ്റ്റ് പാച്ചൊക്കെ ധാരാളം കാണുന്നുണ്ട്. ഈ അതുപോലെ തന്നെ ഡെസിഡസ് ഫോറസ്റ്റ് പാച്ചുകളും സൈലന്റ് വാലി നാഷണൽ പാർക്കിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളൊരു നാഷണൽ പാർക്കാണ് മുതുമലൈ നാഷണൽ പാർക്ക്. അത് തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കാണ് കേട്ടോ, മുതുമലൈ നാഷണൽ പാർക്ക്. ഇനി അത് എവിടെയാണ് കാണുന്നത്? അറ്റ് ദ ട്രിപ്പിൾ ജംഗ്ഷൻ ഓഫ് കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ട്രിപ്പിൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ, അതായത് ഇവിടെയാണ് ട്രിപ്പിൾ ജംഗ്ഷൻ വരുന്നത് കേട്ടോ. അതായത് ഇത് തമിഴ്നാട്, ഇത് കർണാടക ബോർഡർ, ഇത് കേരള ബോർഡർ. അപ്പൊ ഇവിടെയാണ്, അതായത് ഈ മുതുമലൈ നാഷണൽ പാർക്ക്, ഈ ബ്ലൂ ആയിട്ട് കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ മുതുമലൈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും 3 പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട് കേട്ടോ. തമിഴ്നാടിന്റെ സൈഡിൽ വലിയൊരു ഫോറസ്റ്റ് പാച്ചാണ്. അപ്പോൾ 3 സ്റ്റേറ്റിൽ അത് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ മുതുമലൈ നാഷണൽ പാർക്ക് കാണുന്നത് തമിഴ്നാടിന്റെ സൈഡിലും, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കാണുന്നത് ഈ പറയുന്ന കർണാടകയുടെ സൈഡിലും, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണുന്നത് കേരളത്തിന്റെ സൈഡിലുമാണ് കേട്ടോ. ഇത് 3 അവിടെയുള്ള മെയിനായിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ. അപ്പൊ അതിന്റെ ട്രൈ ജംഗ്ഷനിലാണ് ഈ പറയുന്ന ഈ 3 സാങ്ച്വറിയും ട്രൈ ജംഗ്ഷനിലാണ്. ഈ 3 സാങ്ച്വറിയും ട്രൈ ജംഗ്ഷൻ ഉണ്ട്. ട്രിപ്പിൾ ജംഗ്ഷൻ ഓഫ് കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. കേരള സൈഡ് വയനാടും, ബന്ദിപ്പൂർ സൈഡ് പിന്നെ കർണാടക സൈഡ് ബന്ദിപ്പൂരും, തമിഴ്നാട് സൈഡ് മുതുമലയുമാണ്.
നമ്മളിപ്പോൾ ഈ ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞെങ്കിലും ബന്ദിപ്പൂർ ഒരു നാഷണൽ പാർക്ക് കൂടിയാണ്. പലപ്പോഴും ടൈഗർ റിസർവുകളും ഈ നാഷണൽ പാർക്കുകളൊക്കെ പിന്നെ ചില നാഷണൽ പാർക്കുകളൊക്കെ ടൈഗർ റിസർവ് ആണ്. അപ്പൊ നമ്മൾ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല, നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇപ്പൊ മുതുമലയുടെ കേസിൽ മുതുമല ടൈഗർ റിസർവ് എന്ന് പറയുന്നത് തെറ്റില്ല. ബന്ദിപ്പൂരിന്റെ കേസിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നും ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്നും രണ്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പെരിയാർ നാഷണൽ പാർക്ക്. ഈ പെരിയാർ നാഷണൽ പാർക്കിന്റെ കേസ് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവ് എന്ന് ഇതിനെ പറയാറുണ്ട്. പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ നാഷണൽ പാർക്ക് കൂടിയാണ്. അത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ചിലവരൊക്കെ പോയിട്ടുണ്ടാവാം. ടൈഗർ റിസർവ് ആൻഡ് എലിഫന്റ് റിസർവ്. കേരളത്തിൽ 4 എലിഫന്റ് റിസർവ് ഉണ്ട്. അതിൽ ഒരു എലിഫന്റ് റിസർവ് ആണ് ഈ പെരിയാർ ടൈഗർ റിസർവ് എന്നാണ്. അതായത് ഇപ്പോൾ പെരിയാർ എന്ന് പറയുന്നത് പണ്ടൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു കേട്ടോ. പണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. പിന്നീട് അത് നാഷണൽ പാർക്ക് ആക്കി. അതൊരു ടൈഗർ റിസർവ് കൂടിയാണ്, അതൊരു എലിഫന്റ് റിസർവ് കൂടിയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ഇറ്റ് വാസ് എ ഗെയിം സാങ്ച്വറി ഓൾസോ ഡ്യൂറിങ് ബ്രിട്ടീഷ് എറ. ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചില പ്രൊട്ടക്റ്റഡ് ഏരിയ അവർ ഗെയിം സാങ്ച്വറി എന്നുള്ള പേരിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗെയിം സാങ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാർക്ക് വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ വന്നുകൊണ്ടിരുന്ന വേട്ടയാടൽ ഒരു വിനോദമായിരുന്നല്ലോ അവർക്ക്. അവർ വന്നുകൊണ്ടിരുന്ന ആ പാർക്കുകളെയാണ് ഗെയിം സാങ്ച്വറീസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെരിയാറിനെ അന്ന് ഗെയിം സാങ്ച്വറി എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നത് കേട്ടോ. നമുക്ക് കുറെ അങ്ങനെ ഗെയിം സാങ്ച്വറീസ് ഉണ്ട്. പിന്നീട് ഈ ഗെയിം കംപ്ലീറ്റ് നിർത്തിയതുകൊണ്ട് ഹണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾഡ് ആയപ്പോഴത്തേക്കും ഗെയിം സാങ്ച്വറി എന്നുള്ള പേര് മാറ്റിയിട്ട് പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയി. പിന്നീട് ഇത് ഇവഞ്ച്വലി നാഷണൽ പാർക്കായിട്ട് മാറി. ഇതിന് മുമ്പ് ഇതിന്റെ പേര് നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു കേട്ടോ. നെല്ലിക്കാംപെട്ടി ഓക്കെ, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു ഇതിന് മുമ്പ് പേരുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് പെരിയാർ ബോട്ടിംഗ് ഉള്ള പെരിയാർ തേക്കടി റിസർവയർ ആണ് കേട്ടോ. തേക്കടി റിസർവയറിലുള്ള ബോട്ടിംഗ് ആണ് ഈ ഇതിന് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കം ഇരവികുളം നാഷണൽ പാർക്ക്, ഇടുക്കി. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നീലഗിരി താറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നീലഗിരി മാട്ട് എന്ന് പറഞ്ഞാൽ എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. നീലഗിരി താറും എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ് കേട്ടോ. നീലഗിരി മാട്ടൻ എന്ന് പറയുന്നത് അതൊരു കാർണിവർ ആണ്, ഒരു സ്മോൾ കാർണിവർ സ്പീഷീസിൽ വരുന്നത്. നമ്മുടെ കീരിയുടെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. അത് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അത് ഷോല ഗ്രാസ്ലാൻഡ്സിലൊക്കെ കാണുന്നത്. അതും ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന വേറെ 2 പ്ലാന്റ് സ്പീഷീസുകളാണ്. ഒന്ന് നീലക്കുറിഞ്ഞി, നമ്മൾ പറയല്ലോ സ്ട്രോബൈലാന്തസ് കുന്തിയാന എന്ന് പറയും, സ്ട്രോബൈലാന്തസ് സ്പീഷീസ്. നീലക്കുറിഞ്ഞി ഇരവികുളം നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെയുള്ള ഷോല ഗ്രാസ്ലാൻഡ്സിൽ നീലക്കുറിഞ്ഞിയുടെ പ്ലാന്റുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ റോഡോഡെൻഡ്രോൺ ആർബോറിയം, റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്ന സ്പീഷീസ്, അത് കാട്ടുപൂവരശ് എന്ന് പറയും മലയാളത്തിൽ, കാട്ടുപൂവരശ് കേട്ടോ. അത് റോഡോഡെൻഡ്രോൺ എന്ന് പറയും. ഇത് ഈ പൂ കാണുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഒന്ന് ബ്ലൂവും ഒന്ന് റെഡും സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. വൺ ഈസ് എ shrub, one is a herb actually. നീലക്കുറിഞ്ഞി ഈസ് എ herb, whereas റോഡോഡെൻഡ്രോൺ ഈസ് എ ട്രീ. അപ്പോൾ അത് ഒരു വ്യത്യാസമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് കം ദ സെൻട്രൽ ഇന്ത്യൻ പാർട്ട്. സെൻട്രൽ ഇന്ത്യയിൽ മെയിനായിട്ടുള്ള ഒരു വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഡിസിഡസ് ഫോറസ്റ്റും ഗ്രാസ് ലാൻഡ്സുകളുമാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഫോട്ടോയിൽ കണ്ട മൊത്തം ഗ്രാസ് ലാൻഡ്സ് ആണ്. അതേപോലെ അവിടെ ഡ്രൈ ഡിസിഡസ് ഫോറസ്റ്റുകളും ഉണ്ട്. ആൻഡ് തോൺ ആൻഡ് സ്ക്രബ് ഫോറസ്റ്റുകൾ അവിടെ ധാരാളമായിട്ടുണ്ട്. റിലേറ്റീവ്ലി എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഇല്ല എന്നല്ല, അതും എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഡ്രൈ ഡിസിഡസ് ഫോറസ്റ്റും മൂവിഷ് ഡിസിഡസ് ഫോറസ്റ്റുമാണ് അവിടെ കൂടുതൽ. ആൻഡ് ആദ്യത്തെ നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ കന്യ നാഷണൽ പാർക്ക് എന്നൊക്കെ പറയും. മധ്യപ്രദേശിലെ നാഷണൽ പാർക്കാണ്. അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് ബാരസിംഗ. നമ്മൾ സ്പീഷീസിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ബാരസിംഗനെ നമ്മൾ ജുവൽ ഓഫ് കൻഹ എന്ന് പറയും, ജുവൽ ഓഫ് കൻഹ എന്ന് പറയും കേട്ടോ. സോ ബാരസിംഗ ഇതിനെ നമ്മൾ അത് മാത്രമല്ല അവിടെയുള്ള വേറെ പ്രത്യേകത യുണീക്ക് കൻഹ മെഡോസ്, ലാർജ് ഓപ്പൺ ഗ്രാസ് ലാൻഡ്സ് കൻഹയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് കൻഹ മെഡോസ് എന്ന് പറയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൻഹ നാഷണൽ പാർക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് എവിടെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാപ്പ് കണ്ടില്ലേ, മധ്യപ്രദേശിലെ ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇതാണ് കൻഹ നാഷണൽ പാർക്കിന്റെ ലൊക്കേഷൻ. കൻഹയുടെ അടുത്ത് തന്നെ ബന്ധവഗഡ് എന്ന് പറഞ്ഞൊരു ടൈഗർ റിസർവ് ഉണ്ട്. ബന്ധവഗഡ് ഒരു നാഷണൽ പാർക്ക് കൂടിയാണ്. പന്ന നാഷണൽ പാർക്ക് ഉണ്ട്.
സത്പുര ടൈഗർ റിസർവുകളുണ്ട്, പെഞ്ച് ടൈഗർ റിസർവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അടുത്തടുത്തുള്ള മറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഈസ് വെൽ നോൺ ഫോർ ദ കൺസർവേഷൻ ഓഫ് എ സബ് സ്പീഷീസ് ഓഫ് ഇന്ത്യൻ സ്വാം ഡിയർ that thrives well on hard ground and is exclusively graminevorous? അതായത് സ്വാം ഡിയർ താഴെ പറയുന്നതിൽ ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കൻഹ നാഷണൽ പാർക്ക്, ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് കംസ് ദ പന്ന നാഷണൽ പാർക്ക്. നിങ്ങൾ ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പന്ന നാഷണൽ പാർക്ക് ഇത് എവിടെയാണ് കാണുന്നത്? മധ്യപ്രദേശിന്റെ ഏകദേശം നോർത്തേൺ ടു നോർത്ത് ഈസ്റ്റേൺ പോർഷനിലാണ് പന്ന നാഷണൽ പാർക്ക് കാണുന്നത്. അത് പിന്നെ ഈ പറയുന്ന പോലെ സക്സസ്ഫുൾ ടൈഗർ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം 2009 മുന്നേ പിന്നെ എന്താണ് പന്ന നാഷണൽ പാർക്കിൽ മുമ്പ് ടൈഗർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ പോച്ചിങ്ങും ഹണ്ടിങ് പ്രഷർ കാരണമൊക്കെ ടൈഗർ ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് വാനിഷ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് അവിടത്തേക്ക് ടൈഗർ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈഗർ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം ആയിട്ട് പിന്നെ പന്ന മാറിയിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണ് കാണുന്നത്? വിന്ധ്യൻ റേഞ്ചസിന്റെ, നിങ്ങൾ കണ്ടോ, ഈ വിന്ധ്യൻ റേഞ്ചാണ് ഈ കാണുന്നത്. വിന്ധ്യൻ റേഞ്ചിന്റെ ഭാഗത്താണ് പന്ന നാഷണൽ പാർക്ക് കാണുന്നത്. വിത്ത് പ്ലാറ്റൂസ്, ഗോർജസ് ആൻഡ് ടീക്ക് ഫോറസ്റ്റ് കേട്ടോ. ഇവിടെ ഈ പിന്നെ വിന്ധ്യൻ റേഞ്ചസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇവിടെ ധാരാളം ഗോർജസും പ്ലാറ്റൂസും മാറി ഇറങ്ങിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ കെൻ ബേത്വ റിവർ ലിങ്കിങ് പ്രോജക്റ്റ് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ ന്യൂസസിൽ വന്ന കാര്യമാണ്. കെൻ റിവറും ബേത്വ റിവറും തമ്മിലുള്ള റിവർ ലിങ്കിങ് പ്രോജക്റ്റ് പിന്നെ അത് ഓൾമോസ്റ്റ് സാങ്ഷൻ ആയിട്ടുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പരിപാടികളൊക്കെ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കെൻ റിവറും ബേത്വ റിവറും ഉണ്ട്. കെൻ ഏകദേശം ഈ വഴി ഒഴുകി പോകും, ബേത്വ എന്ന് പറയുന്നത് ഈ വഴിയാണ് ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കെൻ ബേത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ രണ്ട് റിവറിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ലിങ്കിങ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ബേത്വ റിവറിൽ റിലേറ്റീവ്ലി വെള്ളം കുറവാണ്. അപ്പോൾ ബേത്വയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം അധികം കിട്ടുന്നില്ല. അപ്പോൾ കെൻ റിവർ ആണെങ്കിൽ റിവർ നല്ല സർപ്ലസ് വാട്ടറുള്ള റിവർ. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഇവിടത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ലിങ്കിങ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇത് ധാരാളമായിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ പിന്നെ ഡിസ്കഷനിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്, രണ്ട് റിവർ തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള മറ്റു പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ ഹസാർഡ്സ്, അവിടെയുള്ള ബാക്കി പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിലവിൽ ലൈംലൈറ്റിലുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ അത് ഏത് വഴിയാണ് പോകുന്നത്? പന്ന നാഷണൽ പാർക്കിന്റെ ക്ലോസ് ആയിട്ടാണ് ഈ ഒരു റിവർ ലിങ്ക് കെൻ ബേത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട് വരുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞാല് നെക്സ്റ്റ് അടുത്താണ് ബന്ധവഗഡ് നാഷണൽ പാർക്ക്. ബന്ധവഗഡ് നാഷണൽ പാർക്ക് ഉള്ളത് ഈ പന്ന നാഷണൽ പാർക്കിന്റെ തന്നെ ഏകദേശം കുറച്ചൊരു എന്താ പറയാ സൗത്ത് ഈസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ബന്ധവഗഡ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ ബന്ധവഗഡ് നാഷണൽ പാർക്ക് എവിടെയാണ് കാണുന്നത്? നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന വിന്ധ്യാസ് റേഞ്ചിന്റെയും സത്പുര റേഞ്ചസിന്റെ ഒക്കെ ഒരു ഇടയ്ക്കല്ല, എന്നാലും ഏകദേശം ഒരു ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. നിങ്ങൾ ഏകദേശം ആ ഒരു ലൊക്കേഷൻ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ വൈറ്റ് ടൈഗേഴ്സ്. പണ്ട് ഇന്ത്യയിൽ വൈറ്റ് ടൈഗേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ ബന്ധവഗഡ് നാഷണൽ പാർക്കിലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വൈറ്റ് ടൈഗേഴ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഹിസ്റ്റോറിക്കലി വൈറ്റ് ടൈഗർ ലാൻഡ് ഓഫ് വൈറ്റ് ടൈഗേഴ്സ് എന്ന് പറയുന്നത് ബന്ധവഗഡ് നാഷണൽ പാർക്കാണ് കേട്ടോ. ആൻഡ് ഹാസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ടൈഗർ ഡെൻസിറ്റിയുടെ കേസിൽ ടൈഗർ ഡെൻസിറ്റി കൂടുതലുള്ളത് ഒരു നാഷണൽ പാർക്കാണ് ബന്ധവഗഡ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇൻ കേസ് ഇപ്പം നാളെ ഒരു ടൈഗർ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം നടക്കണമെങ്കിൽ ബന്ധവഗഡ് നാഷണൽ പാർക്കിൽ നിന്ന് ഒരു ടൈഗറിനെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അതുകൊണ്ട് ഓൾറെഡി ടൈഗർ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സാൽ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ബാംബു ഗ്രൂവ്സ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അത്രയാണ് നമ്മൾ സെൻട്രൽ ഇന്ത്യനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് എവർഗ്രീൻ ഫോറസ്റ്റ്, റിവറൈൻ ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ ഫോറസ്റ്റ്. മൗണ്ടെയിൻ ഫോറസ്റ്റ് നമുക്കറിയാം, മൗണ്ടൈനസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ, അത് ഈ പറയുന്ന സബ് ആൽപൈൻ, ആൽപൈൻ ഫോറസ്റ്റുകളൊക്കെ വരും, ഹൈ അപ്പർ റീച്ചസിലുള്ള ഫോറസ്റ്റുകളൊക്കെ വരും. റിവറൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഹാബിറ്ററ്റ് ആണ്. അതായത് ഒരു റിവർ ഒഴുകുന്നതിന് രണ്ട് സൈഡിലുള്ള ഫോറസ്റ്റുകളാണ് നമ്മൾ റിവറൈൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. നന്നായിട്ട് വാട്ടർ സർപ്ലസ് ഉള്ള സോയിലിൽ
പ്രിഫർ ചെയ്യുന്ന കുറേ ട്രീസ് നമുക്ക് ഈ റിവറിന്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ റിവറൈൻ ഫോറസ്റ്റ് എന്ന് പറയും. ആൻഡ് ഡെൻസ് എവർഗ്രീൻ ഫോറസ്റ്റ് നമ്മൾ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യുണീക് സ്പീഷീസ് അസംബ്ലേജസ്, ഈ പറയുന്ന ഹിമാലയാസും എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒക്കെ ഒരു മിക്സ്ഡ് ഹാബിറ്ററ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്പീഷീസ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഹാബിറ്ററ്റ് അവിടെ ഉണ്ട്. പക്ഷെ വേറെ ടൈപ്പ് ഓഫ് സ്പീഷീസുകളൊക്കെ ധാരാളമായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു യുണീക് സ്പീഷീസ് അസംബ്ലേജസും പിന്നെ ഹൈ റെയിൻഫോൾ ഇതിന്റെ ഒരു ക്യാരക്ടർ. നമുക്കറിയാലോ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ നല്ല റെയിൻഫോൾ ഉള്ള റീജിയൻ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യത്തെ നാഷണൽ പാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസിരംഗ നാഷണൽ പാർക്കാണ്. പലപ്പോഴും പല സ്ഥലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അസമിൽ എവിടെയാണ് കാണുന്നത്? ഏകദേശം അസമിൽ ഈ ഭാഗത്തായിട്ടാണ് കാസിരംഗ നാഷണൽ പാർക്ക് കാണുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഏത് സ്പീഷീസിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസ്. ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസിന്റെ നല്ലൊരു പോപ്പുലേഷൻ കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതൊരു ടൈഗർ റിസർവ് ആണ്. അവിടെ ബ്രഹ്മപുത്ര പിന്നെ വഴി കൂടി ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്രയുടെ ഫ്ലഡ് ഇയർലി ആനുവലി ഫ്ലഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാസിരംഗയുടെ ഒരു വലിയൊരു ഭാഗവും വെള്ളത്തിനടിയിലാവുന്നുണ്ട്. അപ്പോൾ അതൊരു പിന്നെ ബ്രഹ്മപുത്രയുടെ തന്നെ ഈ പറയുന്ന വലിയൊരു ലേക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റാംസാർ സൈറ്റ് കൂടിയാണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യൻ ഹൈവേ 1 AH1 എന്ന് പറഞ്ഞ ഏഷ്യൻ ഹൈവേ പാസ് ചെയ്യുന്നത് ഈ കാസിരംഗ നാഷണൽ പാർക്കിന്റെ പെരിഫറിയിലെ കൂടിയാണ്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് ഇവിടെയാണെങ്കിൽ ഏകദേശം ഏഷ്യൻ ഹൈവേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഈ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ എന്താണ് ട്രാഫിക്, അതായത് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആനിമൽസ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇഷ്യൂസ് ചില സമയത്ത് കാസിരംഗയായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഏഷ്യൻ ഹൈവേ 1 മൂവ് ചെയ്യുന്നത് ഈ പറയുന്ന കാസിരംഗ നാഷണൽ പാർക്കിന്റെ പെരിഫറിയിലെ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് നംദഫ നാഷണൽ പാർക്ക്. നംദഫ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് കാണുന്നത്. അരുണാചൽ പ്രദേശിന്റെ ഏറ്റവും ഈസ്റ്റേൺ സൈഡ്, നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റേൺ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം നംദഫ നാഷണൽ പാർക്കിനെ. അപ്പോൾ ആ ഒരു കേസ് പറയുമ്പോൾ എക്സെപ്ഷണൽ ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ കൂടിയുണ്ട് ഈ നാഷണൽ പാർക്കിന്. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് 200 മീറ്റർ തൊട്ട് 4500 മീറ്റർ വരെ. ഇത്രയും ആൾട്ടിറ്റ്യൂഡിനുള്ള റേഞ്ചുള്ള വേറൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, 200 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സീ ലെവലിൽ നിന്നും വളരെ ചെറിയൊരു ഹൈറ്റിൽ, നമ്മുടെ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ പിന്നെ 100, 150, 200 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. ആ ഒരു റേഞ്ചിൽ നിന്ന് 4500 മീറ്റർ വരെ. നമ്മുടെ കേരളത്തിലെ ആനമുടി എന്ന് പറയുന്നത് 2695 മീറ്ററാണ്. ഇത് 4500 മീറ്റർ വരെ അത്രയും ആൾട്ടിറ്റ്യൂഡിൽ റേഞ്ചാണ് നംദഫ നാഷണൽ പാർക്കിൽ കാണുന്നത്. അപ്പൊ അത്രയും ഒരു ആൾട്ടിറ്റ്യൂഡിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഹാബിറ്റാറ്റ് ഡൈവേഴ്സിറ്റിയും നംദഫയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതാണ് അത് നാഷണൽ പാർക്കായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ട്സ് ഓൾ മേജർ ഫോറസ്റ്റ് ടൈപ്സ്. നമ്മൾ ഈ പറയുന്ന എന്താ പറയുക എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസിഡസ് ഫോറസ്റ്റ്, പിന്നെ ആൽപിൻ ഫോറസ്റ്റ്, സബ് ആൽപിൻ ഫോറസ്റ്റ് കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളും ഈ പറയുന്ന നംദഫ നാഷണൽ പാർക്കിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു UPSC പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് കാണുന്ന ഒരു നാഷണൽ പാർക്കാണ് നംദഫ നാഷണൽ പാർക്ക് കേട്ടോ. അപ്പോൾ അതിന്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓൾമോസ്റ്റ് ഈ പറയുന്ന എഡ്ജിലാണ് വരുന്നത്. നമ്മൾ ഈ അരുണാചൽ പ്രദേശിന്റെ ഏറ്റവും ബോർഡറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ കംസ് ദ കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. മണിപ്പൂരിലാണ് ഉള്ളത് കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. ആ പേര് കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എന്താ പറയാ അതൊരു സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്, പഠിച്ചിരിക്കേണ്ട ഒരു നാഷണൽ പാർക്കാണ്. അത് എവിടെ കാണുന്നത്? ആ കീബുൾ ലംജാവോ നാഷണൽ പാർക്കിൽ ഒരു പ്രത്യേകപ്പെട്ട ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ പേരാണ് ലോക്താക് ലേക്ക് കേട്ടോ. ലോക്താക് ലേക്ക്. ഈ ലോക്താക് ലേക്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഉണ്ട്. ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഈ ലേക്കിൽ ധാരാളം വെജിറ്റേഷൻ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളൊരു ലേക്കിൽ നോക്കുമ്പോൾ ധാരാളം ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്, കുളവാഴ പോലത്തെ പ്ലാന്റ്സ് കണ്ടിട്ടില്ലേ? ഇത് അങ്ങനെയല്ല. ഈ കുളവാഴ പോലുള്ള പ്ലാന്റ്സ് കുളവാഴയല്ല, അതിനോട് സാമ്യമുള്ള ബാക്കി വേറെ കുറെ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഭയങ്കര വലിയൊരു മാറ്റായിട്ട് മാറിയിരിക്കുക ഈ നാഷണൽ പാർക്കിൽ, ഈ ലേക്കിൽ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നടന്നു പോകാൻ പറ്റും അതിലെ കൂടി. പക്ഷെ ഫ്ലോട്ടിംഗ് ആയിരിക്കും അത്. അത്രയും ബലമുള്ള അല്ലെങ്കിൽ അത്രയും വണ്ണമുള്ള വിടുത്തുള്ള ഒരു
ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ആണ് ഈ ഒരു ലേക്കിനുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ശാലയമാണ്, ചില സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നേരെ താഴേക്ക് ലേക്കിലേക്ക് പോയി പോകും. അപ്പോൾ അത്രയും ഡേഞ്ചറസും ആണ്, അതേ സമയത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് കൂടിയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫുംഡീസ് എന്ന് പറയും. ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാഡി ഫീൽഡിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഈ വരമ്പുകളൊക്കെ ആണെന്ന് തോന്നിപ്പോകും, പക്ഷെ ഇത് വരമ്പുകളല്ല, പകരം ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റേഷൻസ് ആണ്. ഇങ്ങനെ തളകൾ പോലെ, വളകൾ പോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റേഷൻ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏക ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് മണിപ്പൂരിലെ കീബുൾ ലംജാവ നാഷണൽ പാർക്ക്. അതുള്ളത് അതിൻ്റെ അകത്തുള്ളത് ലോക്താക് ലേക്ക് ആണ് കേട്ടോ. ആൻഡ് വേറൊരു സംഭവം എന്ന് പറയുന്നത്, അവിടെ ഒരു മാനുണ്ട്, ഒരു മാൻ വർഗത്തിൽ വരുന്നൊരു മാൻ. ഈ മാനിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ്റെ അകത്താണ് ഈ പുല്ല് തിന്നാനും അവിടെയുള്ള പിന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ. ആദ്യത്തെ നാഷണൽ പാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസിരംഗ നാഷണൽ പാർക്കാണ്. പലപ്പോഴും പല സ്ഥലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അസമിൽ എവിടെയാണ് കാണുന്നത്? ഏകദേശം അസമിൽ ഈ ഭാഗത്തായിട്ടാണ് കാസിരംഗ നാഷണൽ പാർക്ക് കാണുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഏത് സ്പീഷീസിനാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസ്. ഗ്രേറ്റർ വൺ ഹോൺ റൈനോസറസിന്റെ നല്ലൊരു പോപ്പുലേഷൻ കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതൊരു ടൈഗർ റിസർവ് ആണ്. അവിടെ ബ്രഹ്മപുത്ര പിന്നെ വഴി കൂടി ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്രയുടെ ഫ്ലഡ് ഇയർലി ആനുവലി ഫ്ലഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാസിരംഗയുടെ ഒരു വലിയൊരു ഭാഗവും വെള്ളത്തിനടിയിലാവുന്നുണ്ട്. അപ്പോൾ അതൊരു പിന്നെ ബ്രഹ്മപുത്രയുടെ തന്നെ ഈ പറയുന്ന വലിയൊരു ലേക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റാംസാർ സൈറ്റ് കൂടിയാണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏഷ്യൻ ഹൈവേ 1 H1 എന്ന് പറഞ്ഞ ഏഷ്യൻ ഹൈവേ പാസ് ചെയ്യുന്നത് ഈ കാസിരംഗ നാഷണൽ പാർക്കിന്റെ പെരിഫറിയിലെ കൂടിയാണ്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് ഇവിടെയാണെങ്കിൽ ഏകദേശം ഏഷ്യൻ ഹൈവേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഈ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ എന്താണ് ട്രാഫിക്, അതായത് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആനിമൽസ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇഷ്യൂസ് ചില സമയത്ത് കാസിരംഗയായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഏഷ്യൻ ഹൈവേ 1 മൂവ് ചെയ്യുന്നത് ഈ പറയുന്ന കാസിരംഗ നാഷണൽ പാർക്കിന്റെ പെരിഫറിയിലെ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് നംദഫ നാഷണൽ പാർക്ക്. നംദഫ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് കാണുന്നത്. അരുണാചൽ പ്രദേശിന്റെ ഏറ്റവും ഈസ്റ്റേൺ സൈഡ്, നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റേൺ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം നംദഫ നാഷണൽ പാർക്കിനെ. അപ്പോൾ ആ ഒരു കേസ് പറയുമ്പോൾ എക്സെപ്ഷണൽ ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ കൂടിയുണ്ട് ഈ നാഷണൽ പാർക്കിന്. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് 200 മീറ്റർ തൊട്ട് 4500 മീറ്റർ വരെ. ഇത്രയും ആൾട്ടിറ്റ്യൂഡിലുള്ള റേഞ്ചുള്ള വേറൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, 200 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സീ ലെവലിൽ നിന്നും വളരെ ചെറിയൊരു ഹൈറ്റിൽ, നമ്മുടെ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ പിന്നെ 100, 150, 200 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. ആ ഒരു റേഞ്ചിൽ നിന്ന് 4500 മീറ്റർ വരെ. നമ്മുടെ കേരളത്തിലെ ആനമുടി എന്ന് പറയുന്നത് 2695 മീറ്ററാണ്. ഇത് 4500 മീറ്റർ വരെ. അത്രയും ആൾട്ടിറ്റ്യൂഡിൽ റേഞ്ചാണ് നംദഫ നാഷണൽ പാർക്കിൽ കാണുന്നത്. അപ്പൊ അത്രയും ഒരു ആൾട്ടിറ്റ്യൂഡിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ ഹാബിറ്റാറ്റ് ഡൈവേഴ്സിറ്റിയും നംദഫയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതാണ് അത് നാഷണൽ പാർക്കായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ട്സ് ഓൾ മേജർ ഫോറസ്റ്റ് ടൈപ്സ്. നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസിഡസ് ഫോറസ്റ്റ്, പിന്നെ ആൽപിൻ ഫോറസ്റ്റ്, സബ് ആൽപിൻ ഫോറസ്റ്റ് കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളും ഈ പറയുന്ന നംദഫ നാഷണൽ പാർക്കിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു UPSC പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഈ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് കാണുന്ന ഒരു നാഷണൽ പാർക്കാണ് നംദഫ നാഷണൽ പാർക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓൾമോസ്റ്റ് ഈ പറയുന്ന എഡ്ജിലാണ് വരുന്നത്. നമ്മൾ ഈ അരുണാചൽ പ്രദേശിന്റെ ഏറ്റവും ബോർഡറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ കംസ് ദ കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. മണിപ്പൂരിലാണ് ഉള്ളത് കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. ആ പേര് കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എന്താ പറയാ, അതൊരു സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്, പഠിച്ചിരിക്കേണ്ട ഒരു നാഷണൽ പാർക്കാണ്. അത് എവിടെ കാണുന്നത്? ആ കീബുൾ ലംജാവോ നാഷണൽ പാർക്കിൽ ഒരു പ്രത്യേകപ്പെട്ട ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ പേരാണ് ലോക്താക് ലേക്ക് കേട്ടോ. ലോക്താക് ലേക്ക്. ഈ ലോക്താക് ലേക്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഉണ്ട്. ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഈ ലേക്കിൽ ധാരാളം വെജിറ്റേഷൻ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളൊരു ലേക്കിൽ നോക്കുമ്പോൾ ധാരാളം ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്, കുളവാഴ പോലത്തെ പ്ലാന്റ്സ് കണ്ടിട്ടില്ലേ? ഇത് അങ്ങനെയല്ല. ഈ കുളവാഴ പോലുള്ള പ്ലാന്റ്സ്
അത് കുളവാഴയല്ല, അതിനോട് സാമ്യമുള്ള ബാക്കി വേറെ കുറെ ഫ്ലോട്ടിങ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഭയങ്കര വലിയൊരു മാറ്റായിട്ട് മാറിയിരിക്കുക പിന്നെ ഈ നാഷണൽ പാർക്കിൽ, ഈ ലേക്കിൽ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നടന്നു പോകാൻ പറ്റും അതിലെ കൂടി. പക്ഷെ ഫ്ലോട്ടിങ് ആയിരിക്കും അത്. അത്രയും ബലമുള്ള അല്ലെങ്കിൽ അത്രയും വണ്ണമുള്ള വിടുത്തുള്ള ഒരു ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ആണ് ഈ ഒരു ലേക്കിനുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ശാലയമാണ്. ചില സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നേരെ താഴേക്ക് ലേക്കിലേക്ക് പോയി പോകും. അപ്പൊ അത്രയും ഡേഞ്ചറസും ആണ്. അതേ സമയത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് കൂടിയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫുംഡീസ് എന്ന് പറയും. ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാഡി ഫീൽഡിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഈ വരമ്പുകളൊക്കെ ആണെന്ന് തോന്നിപ്പോകും. പക്ഷെ ഇത് വരമ്പുകളല്ല, പകരം ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റേഷൻസ് ആണ്. ഇങ്ങനെ തളകൾ പോലെ, വളകൾ പോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റേഷൻ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏക ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് മണിപ്പൂരിലെ കീബുൾ ലംജാവ നാഷണൽ പാർക്ക്. അതുള്ളത് അതിൻ്റെ അകത്തുള്ളത് ലോക്താക് ലേക്ക് ആണ് കേട്ടോ. ആൻഡ് വേറൊരു സംഭവം എന്ന് പറയുന്നത്, അവിടെ ഒരു മാനുണ്ട്, ഒരു മാൻ വർഗത്തിൽ വരുന്നൊരു മാൻ. ഈ മാനിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ്റെ അകത്താണ് ഈ പുല്ല് തിന്നാനും അവിടെയുള്ള പിന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ആണ് ഇയാൾ ആഹാരമാക്കുന്നത്. അപ്പൊ ഈ ഫ്ലോട്ട് ചെയ്യുന്ന വെജിറ്റേഷനിൽ കൂടി ഇയാൾ ചാടി ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ ദൂരെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു പ്രത്യേക രീതിയിലല്ലേ ബാലൻസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ പിന്നെ ഡിയർ ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് വരും അത്ര. അതുകൊണ്ട് ഇതിനെ ഡാൻസിങ് ഡിയർ എന്ന് പറയും, അല്ലെങ്കിൽ മണിപ്പൂരി ഡാൻസിങ് ഡിയർ എന്ന് പറയും. മണിപ്പൂരി ഡാൻസിങ് ഡിയർ, സാങ്കായ് എന്ന് പറയും. ഇവിടെ ലോക്കൽ പീപ്പിൾ അതിനെ സാങ്കായ് എന്ന് പറയും. ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ്. അപ്പോൾ മണിപ്പൂരിലെ ലോക്താക് ലേക്കിൽ കീബുൾ ലംജാവ നാഷണൽ പാർക്കിലാണ് മണിപ്പൂരി ഡാൻസിങ് ഡിയർ അല്ലെങ്കിൽ സാങ്കായ്. ഇതിനെ ബ്രോ ആൻഡ്ലേർഡ് ഡിയർ എന്ന് പറയും കേട്ടോ. ബ്രോ ആൻഡ്ലേർഡ് ഡിയർ, ബ്രോ ആൻഡ്ലേർഡ് ഡിയർ. ഇത് നിങ്ങൾ ഈ പിന്നെ ഇതിന്റെ കൊമ്പ് കണ്ടില്ലേ, ഇതിന്റെ കൊമ്പ് ചെറിയ ബ്രോ പോലെ ചെറിയ രോമം, നനുത്ത രോമങ്ങളായിട്ട് പാക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രോ ആൻഡ്ലേർഡ് ഡിയർ എന്നും കൂടി ഇതിനെ പറയും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ. ആൻഡ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക് ഈസ് യുണീക്ക് ഇൻ ബീയിങ് എ സ്വാമ്പ് വിത്ത് ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ ദാറ്റ് സപ്പോർട്ട്സ് എ റിച്ച് ബയോഡൈവേഴ്സിറ്റി? നമുക്കിപ്പോൾ തന്നെ അറിയാം, കീബുൾ ലംജാവ നാഷണൽ പാർക്കാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കംസ് ദി മനസ് നാഷണൽ പാർക്ക്, അസം. മനസ് നാഷണൽ പാർക്കിന്റെ ലൊക്കേഷൻ കണ്ടോ, ഭൂട്ടാൻ ബോർഡറുമായിട്ട് ചേർന്നിട്ട് വരുന്ന ഒരു പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് മനസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പിന്നെ അസമിലെ ബാക്കിയുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ മനസ്സുണ്ട്, ഒറാങ് ഉണ്ട്, നമേരി, കാസിരംഗ ആൻഡ് ഡിബ്രു സൈക്കോവ. ഇത് വേണമെങ്കിൽ ഈ പിന്നെ എന്താ പറയാ, ഇപ്പൊ വെസ്റ്റ് ടു ഈസ്റ്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. മനസ്, ഒറാങ്, നമേരി, കാസിരംഗ ആൻഡ് ഡിബ്രു സൈക്കോവ. മനസ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഭൂട്ടാൻ ബൗണ്ടറിയിലാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ആദ്യ കാലത്ത് മനസ് നാഷണൽ പാർക്കിൽ റൈനോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാസിരംഗയെന്ന് സിമിലർ ഹാബിറ്റാറ്റ് ആയതുകൊണ്ട് മനസ്സിലേക്ക് കുറെ റൈനോസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു പോപ്പുലേഷൻ മനസ്സിലുണ്ട്. ആൻഡ് പിഗ്മി ഹോഗ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സ്പീഷീസ്, നമ്മുടെ പന്നിയെ പോലെ ഇരിക്കുന്ന, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യും. പിഗ്മി ഹോഗ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് മനസ്സിൽ. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗോൾഡൻ ലെങ്കൂർ എൻഡേഞ്ചേർഡ് ആണ്. ക്ലൗഡഡ് ലെപ്പാർഡ് വൾണറബിൾ ആൻഡ് ബംഗാൾ ഫ്ലോറിക്കൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ഈ ആനിമൽസിനെയൊക്കെ മനസ്സിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ കണ്ടില്ലേ ഈ സ്പീഷീസാണ് നമ്മൾ ക്ലൗഡഡ് ലെപ്പേർഡ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു പുള്ളിപ്പുള്ളിയുടെ അത്രയും വലിപ്പമില്ലെങ്കിലും അതിനേക്കാളും സൈസ് കുറഞ്ഞ ആർബോറൽ ആയിട്ടുള്ള ഒരു കാർണിവോറാണ്. കാറ്റ് വർഗത്തിൽ വരുന്ന ഒരു കാർണിവോറാണ് ക്ലൗഡഡ് ലെപ്പേർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ആ പാറ്റേൺ ഉണ്ടല്ലേ, ആ ഒരു പാറ്റേൺ കാരണമാണ് അതിന് ക്ലൗഡഡ് ലെപ്പേർഡ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മി ഹോഗ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ കാട്ടുപന്നിയുടെ ഒക്കെ കുഞ്ഞിനെ പോലെയൊക്കെ നമുക്ക് തോന്നാൻ കാണുമ്പോൾ പിഗ്മി ഹോഗ് എന്ന് പറയും. പക്ഷെ ഭയങ്കരമായിട്ട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ് പിഗ്മി ഹോഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മനസ്സിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗോൾഡൻ ലെങ്കൂറിനെയും എൻഡേഞ്ചേർഡ് ആണ്. അത് ഗോൾഡൻ ലെങ്കൂറിനെയും ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വേറൊരു പക്ഷി വർഗത്തിൽ വരുന്നൊരു പിന്നെ പക്ഷിയാണ് ബംഗാൾ ഫ്ലോറിക്കനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് മനസ്സിലാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീജിയൻ ഹിമാലയൻ റീജിയൻ ആണ് കേട്ടോ. ഹിമാലയൻ റീജിയനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ, നമ്മുടെ പിന്നെ ഫോറസ്റ്റ് ടൈപ്സിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആൽപൈൻ ആൻഡ് സബ് ആൽപൈൻ വെജിറ്റേഷൻ ആണ് അവിടെയുള്ളത്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ തണുത്ത കാലാവസ്ഥയിലുള്ള വെജിറ്റേഷൻ ആണ് ആൽപൈനും സബ് ആൽപൈൻ എന്ന് പറയുന്നത്. സബ് ആൽപൈൻ ആദ്യം വരും, പിന്നെയും മേലേക്ക് പോകുമ്പോൾ നല്ല തണുത്തുറഞ്ഞ ആ ഒരു പിന്നെ വെജിറ്റേഷൻ വരുമ്പോഴാണ് നമ്മളതിനെ ആൽപൈൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ടെമ്പറേറ്റ് ആൻഡ് ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം പൈൻ മരങ്ങള്, ദേവദാരു മരങ്ങള്,
പിന്നെ ഫിർ മരങ്ങൾ എന്നൊക്കെ പറയും, നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് സാമ്യമുള്ള നീഡിൽ ലീവ്സ് ഉള്ള മരങ്ങളുടെ അല്ലെങ്കിൽ അതിനെ ഫോറസ്റ്റിനെയാണ് നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റോ, ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന ഫോറസ്റ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ലീഫുള്ള വലിയ ബ്രോഡായിട്ടുള്ള നീഡിൽ ലീവ്സ് അല്ലാതെ ബ്രോഡായിട്ടുള്ള ലീഫുള്ള ഫോറസ്റ്റിനെയാണ് നമ്മുടെ ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതും ഹിമാലയൻ റീജിയന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഫസ്റ്റ് കംസ് ദി ഹെമിസ് നാഷണൽ പാർക്ക്. ലഡാക്കിലുള്ള ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഇത് ഇന്ത്യയിലെ തന്നെ ഓൺലി നാഷണൽ പാർക്ക് നോർത്ത് ഓഫ് ഹിമാലയ. ഈ ഹിമാലയയുടെ നോർത്തേൺ റീജിയനിൽ കാണുന്ന ട്രാൻസ് ഹിമാലയൻ പോർഷനിൽ കാണുന്ന ലഡാക്കിൽ കാണുന്ന നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. അത് സ്നോ ലെപ്പാർഡിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് കേട്ടോ. സ്നോ ലെപ്പാർഡിനെ കുറിച്ച് നമ്മുടെ സ്പീഷീസിന്റെ കേസിൽ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്നോ ലെപ്പേർഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ലഡാക്കിലെ വലിയൊരു ഏരിയയിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് അതിന്റെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടോ, ഏകദേശം ഇപ്പോൾ ഇവിടെയാണ് ലേ വരുന്നത്, ഇവിടെയാണ് ഹെമിസ് നാഷണൽ പാർക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കംസ് ദി ഡെച്ചിഗാം നാഷണൽ പാർക്ക്. ഡെച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ് വരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ ആണ് വരുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഡെച്ചിഗാം നാഷണൽ പാർക്ക് വരുന്നത്. ഡെച്ചിഗാം നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ സ്പീഷീസ് ആണ് ഹങ്കുൽ കേട്ടോ. അതിനെ കശ്മീർ സ്റ്റാഗ് എന്ന് പറയും. സ്റ്റാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാനകളെയാണ് നമ്മൾ സ്റ്റാഗ് എന്ന് പറയാം. കശ്മീർ സ്റ്റാഗ് അല്ലെങ്കിൽ റെഡ് ഡിയർ എന്നൊക്കെ പറയും, കുറച്ചുകൂടി റെഡിഷ് ആയിട്ടുള്ള ഒരു മാന അത്. അപ്പൊ അതിനെ റെഡ് ഡിയർ എന്ന് പറയും, കശ്മീർ സ്റ്റാഗ് എന്ന് പറയും, ഹങ്കുൽ എന്ന് പറയും. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലുള്ള വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ അവിടെയുള്ള പൂക്കൾ ഫ്ലവർ ചെയ്യും. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് നാഷണൽ പാർക്കിൽ. കാരണം അത്രയും ഭംഗിയുള്ള മെഡോസും ലാൻഡ്സ്കേപ്പുകളാണ് ആ സമയത്ത് ഈ നാഷണൽ പാർക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ സർവീസിലൊക്കെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പോകാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലുള്ള. ഇത് നന്ദാദേവി ബയോസ്ഫിയർ റിസർവിന്റെ അകത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സസ്കർ റേഞ്ച്, ഹിമാലയത്തിലെ സസ്കർ റേഞ്ചിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാലീസിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാലിയാണ് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ ഫോട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് അവിടെ ഉള്ളത്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത് നോക്കുകയാണെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിന്റെ ഈ പറയുന്ന ഹിമാലയാസിന്റെ ഫുഡ് ഹിൽസിനെക്കാളും മേലെ ഹിമാലയാസിന്റെ സസ്കർ റേഞ്ചസിൽ വരുന്ന ഭാഗത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Which one of the following national parks lies completely in the temperate alpine zone? Temperate alpine zoneൽ കംപ്ലീറ്റ് ആയിട്ട് ലൈ ചെയ്യുന്ന നാഷണൽ പാർക്ക് ഇവിടെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിനുത്തരം വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ് കേട്ടോ. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് മാത്രമാണ് കംപ്ലീറ്റ്ലി ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ ചെയ്യുന്നത്. ഇപ്പൊ മനസ് നാഷണൽ പാർക്ക് നമുക്കറിയാം, അത് ടെമ്പറേറ്റ് സോണിലല്ല, ട്രോപ്പിക്കൽ സോണിൽ നല്ല എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലത്താണ് മനസ്സുള്ളത്. നംദഫി നമ്മൾ പറഞ്ഞു വാരിയിങ് ആണ്. 200 തൊട്ട് 4,500 മീറ്റർ വരെ ആൾട്ടിറ്റ്യൂഡിലുള്ള നംദഫയിൽ പല ഫോറസ്റ്റുകളും കാണുന്നുണ്ട്. നംദഫി അല്ല, നിയറ വാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർജിലിംഗ് പോലുള്ള ഭാഗത്തൊക്കെ കാണാം. അവിടെയും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ടെമ്പറേറ്റ് അല്ല, ഒരു ട്രോപ്പിക്കൽ വെജിറ്റേഷൻ ഒക്കെ ഉള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള ഒരു വെജിറ്റേഷൻ ആണ് നിയറ വാലി നാഷണൽ പാർക്കിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, and then comes the desert and semi-arid regions of India. അതായത് ആരിഡ് ലാൻഡ്സ്കേപ്പ് ആണ്. തോൺ ഫോറസ്റ്റ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞത്. കാരണം അത്രയും ആരിഡ് ആണ്, ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ തോൺ ഫോറസ്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. എവർഗ്രീൻ ഫോറസ്റ്റോ ഡിസിഡസ് ഫോറസ്റ്റോ ടൈപ്പ് അല്ലെങ്കിൽ ബ്രോഡ് ലീവ്ഡ് ഹിൽ ഫോറസ്റ്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ മെയിൻ ആയിട്ട് തോൺ ഫോറസ്റ്റ് ആണ് കാണുന്നത്. അതേ സമയത്ത് അവിടെ തോൺ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എയ്ഡ് ഹാബിറ്റാറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന പ്ലാന്റ്സിന്റെ അഡാപ്റ്റേഷൻ എന്തായിരിക്കും? സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ആയിരിക്കും. നമ്മൾ കാണുന്ന കാക്ടസിലും കള്ളിമുൾ ചെടിയിലൊക്കെ കാണുന്ന പോലെയുള്ള സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ. അതായത് നിങ്ങൾ കാക്ടസ് കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ നോർമലി ഗാർഡനിലുള്ള കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫ്ലഷി ആയിട്ടുള്ള സ്റ്റെമ്മുള്ള ലീഫിന് പകരം സ്പൈൻസ് ഉള്ള കുറേ പ്ലാന്റ്സിനെയാണ് നമ്മൾ കാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഒക്കെ ഈ പറയുന്ന വെജിറ്റേഷനിൽ ഉണ്ട്.
ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്ക്, രാജസ്ഥാനിലെ ഡെസേർട്ട് നാഷണൽ പാർക്കിനെ കുറിച്ചിട്ടാണ്. ഭയങ്കര വലിയൊരു ലാർജ് ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന നാഷണൽ പാർക്കാണ് ഡെസേർട്ട് നാഷണൽ പാർക്ക്. താഴെ ഡെസേർട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഷീസിന്റെ കേസിൽ. ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കേസ് പറയുമ്പോൾ സ്പീഷീസ് റിക്കവറി പ്രോഗ്രാം നമുക്കറിയാം. ഏകദേശം 150ഓളം ബേർഡ് മാത്രമേ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉള്ളൂ. അതിൽ വലിയൊരു പോപ്പുലേഷനെ ഹൗസ് ചെയ്യുന്നത് ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ്. അപ്പോൾ അവിടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് WIA ഭാഗമായിട്ട് കുറേ സ്പീഷീസ് റിക്കവറി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അവിടെ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഡെസേർട്ട് ഫോക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്പീഷീസ് കാണുന്നുണ്ട്. അതേപോലെ ഡെസേർട്ട് കാറ്റും ഡെസേർട്ട് നാഷണൽ പാർക്കിലെ ഒരു പെക്യുലർ ഫീച്ചറാണ്. അതേപോലെ ഇന്ത്യൻ ഗസേൽ, ചിങ്കാര എന്ന് പറയും അവിടുത്തെ ലോക്കൽസ്. ചിങ്കാര എന്ന് പറയുന്നത് നമ്മൾ സാങ്കായ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ചിങ്കാര എന്നാണ് പറയുക. ഈ ചിങ്കാര ഇന്ത്യൻ ഗസേൽ ഡെസേർട്ട് നാഷണൽ പാർക്കിലെ ഒരു ഐക്കോണിക് ഫിഗർ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് ഡെസേർട്ട് നാഷണൽ പാർക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 2 districts. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക്കലി നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ താർ ഡെസേർട്ടിലാണ് ഡെസേർട്ട് നാഷണൽ പാർക്ക് ഉള്ളത്. വളരെ വലിയൊരു നാഷണൽ പാർക്കാണ്. അപ്പോൾ നോർമലി ഒരു 2 districtലൊക്കെ വ്യാപിച്ച് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക്. ജനറലി നമ്മൾ നാഷണൽ പാർക്കിന്റെ അകത്ത് ഹ്യൂമൻ ഹാബിറ്റേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അത്രയും പലപ്പോഴായിട്ട് പോസിബിൾ ആയിട്ടില്ല. എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഡെസേർട്ട് നാഷണൽ പാർക്കിന്റെ കേസിൽ നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, മനസ്സിലാക്കുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അത് കറക്റ്റ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കറക്റ്റ് ആണ്. അപ്പോൾ 1 and 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഈസ് വെൽവദാർ നാഷണൽ പാർക്ക്, ഗുജറാത്ത്. നിങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടോ? വെൽവദാർ നാഷണൽ പാർക്കിന്റെ ലൊക്കേഷൻ ഇവിടെ ഏകദേശം ഗിർ നാഷണൽ പാർക്ക് ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഏകദേശം വെൽവദാർ നാഷണൽ പാർക്ക് വരും. അതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ ഗൾഫ് ഓഫ് കമ്പത്ത് ആൻഡ് ബാൽ റീജിയൻ. ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും. ഗൾഫ് ഓഫ് ക്യാമ്പെ എന്ന് പറയും. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഗൾഫ് ഓഫ് ഈ ഒരു ഭാഗത്താണ് ഗൾഫ് ഓഫ് കമ്പത്ത് വരുന്നത്. ഇതിൻ്റെയും ബാൽ റീജിയൻ, ഈ ഒരു ഭാഗമാണ് ബാൽ റീജിയൻ എന്ന് പറയുന്നത്. ഈ ബാൽ റീജിയനിന്റെയും ഗൾഫ് ഓഫ് ക്യാമ്പയുടെയും ഇൻ ബിറ്റ്വീൻ ആണ് വെൽവദാർ നാഷണൽ പാർക്ക് വരുന്നത്. ഇതിനെ വെൽവദാർ ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബ്ലാക്ക് ബക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന വേറൊരു സ്പീഷീസ് ആണ് ലെസർ ഫ്ലോറിക്കൻ. ഇവിടെ കാണുന്ന സ്പീഷീസ് ആണ്, ഇവിടെ കാണുന്ന ബേർഡിനെയാണ് ലെസർ ഫ്ലോറിക്കൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബംഗാൾ ഫ്ലോറിക്കന്റെ കേസിൽ നമുക്ക് ഓർമ്മയുണ്ടോ? ഇതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ബേർഡാണ്. പക്ഷെ അതിന് ആ തലയിലുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു തൂവലുകളുണ്ട്, തലയിലുള്ള തൂവലുകൾ. ആ തലയിലുള്ള തൂവലുകൾ ഇതിനുണ്ട്. ഈ ലെസർ ഫ്ലോറിക്കനാണ് തലയിൽ തൂവലുള്ളത്, ബംഗാൾ ഫ്ലോറിക്കിന് തലയിൽ തൂവലില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പൊ ബ്ലാക്ക് ബക്കിനെ എവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ദെൻ കംസ് ദ ഗിർ നാഷണൽ പാർക്ക്. നമ്മൾ പറഞ്ഞല്ലോ വെൽവദാർ നാഷണൽ പാർക്ക് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ഗിർ നാഷണൽ പാർക്ക് അതിന് സൗത്ത് ആയിട്ടാണ് വരുന്നത്. അവിടെ ഇറ്റ് ഈസ് ദ ഓൺലി ഹോം ഓഫ് ഏഷ്യാറ്റിക് ലയൺസ്. ഏകദേശം 674ഓളം ഏഷ്യാറ്റിക് ലയൺസ് ആണ് നമുക്കുള്ളത് നിലവിൽ. ഈ 2025 മെയ്യിൽ നെക്സ്റ്റ് സെൻസസ് റിപ്പോർട്ടുകൾ വരും. മിക്കവാറും ഈ സംഖ്യ കൂടാനാണ് സാധ്യത. ഓക്കെ. പ്രൊപ്പോസ്ഡ് റീഇൻട്രൊഡക്ഷൻ അത് പറയുമ്പോഴാണ് ഈ വളരെ ചെറിയൊരു സ്ഥലമാണ് ഗിർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഏകദേശം 600ഓളം അല്ലെങ്കിൽ 700ഓളം ലയൺ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള റീഇൻട്രൊഡക്ഷൻ മെഷേഴ്സ് ഒക്കെ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷനൊക്കെ 10 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതുവരെയായിട്ടും നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എവിടെയും. പക്ഷെ ഇപ്പോൾ റീസെന്റ് ഗിർ നാഷണൽ പാർക്ക് അതോറിറ്റീസ് ഒക്കെ അതിനടുത്തുള്ള വേറൊരു ലൊക്കേഷൻ കൂടി, ബാർദ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ തന്നെയുള്ള വേറൊരു സാങ്ച്വറി റീലൊക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ വളരെ അടുത്ത് തന്നെ കുറച്ച് ലയൺസിനെ ബാർദ സാങ്ച്വറിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ കംസ് ദ മാൽദാരി ട്രൈബ്സ്. ഇവിടെയുള്ള ഒരു ഗിർ നാഷണൽ പാർക്കിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരാണ് മാൽദാരി ട്രൈബ്സ് എന്ന് പറയുന്ന വിഭാഗം. ഈ ആൾക്കാർ അവിടെ ഇൻഡിജിനസ് ആയിട്ട് കാറ്റിൽ ഹെർഡേഴ്സ് ആണ്. അവർ നോർമലി കന്നുകാലികളെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഗിർ നാഷണൽ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറെ ലയൺസ് ഉണ്ട്. അവിടെ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ലയൺ കോൺഫ്ലിക്റ്റിന് കാരണമാവുന്ന വലിയൊരു ഘടകമാണ് അവിടെയുള്ള കാറ്റിൽ പോപ്പുലേഷൻ.
അപ്പോൾ ഇവിടെ ഈ ഗിർ നാഷണൽ പാർക്കിൽ ലയൺസ് വന്നിട്ട് അവിടെയുള്ള കാറ്റലിനെ എടുത്തുകൊണ്ട് പോകാണ് പതിവ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ മാൽദാരി കോൺഫ്ലിക്റ്റുകളും ഈ ഗിർ നാഷണൽ പാർക്കിലുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റീസെന്റ് there was a proposal to translocate some of the lions from their natural habitat in Gujarat to which one of the following site. ഈ ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിൽ നിന്ന് എവിടേക്കാണ് പ്രൊപ്പോസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ബാർദ സാങ്ച്വറിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ബാർദ സാങ്ച്വറീസ് വെരി റീസെന്റ് ആണ് പിന്നെ ഗുജറാത്ത് ഗവൺമെന്റ് പിന്നെ ചൂസ് ചെയ്തിരുന്നത്. അതിന് മുന്നേ ഏകദേശം 2017 ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ആ സമയത്ത് തന്നെ വേറൊരു നാഷണൽ പാർക്കിനെ കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നാഷണൽ പാർക്കാണ് കുനോ പൽപ്പോ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇപ്പോൾ അത് കുനോ നാഷണൽ പാർക്കായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ചീറ്റയുടെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടെയാണ്. മുമ്പ് അത് കുനോ പൽപ്പോ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് മധ്യപ്രദേശിലായിരുന്നു. അപ്പോൾ അത് പിന്നീട് കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഗുജറാത്ത് ഗവൺമെന്റ് വാസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് ദ ലയൺസ് ടു മധ്യപ്രദേശ്. സോ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് അത് പിന്നെ തൽക്കാലത്തേക്ക് പിന്നെ അതൊന്ന് എന്താ പറയുക, ഒന്ന് ആ പ്രൊജക്ട് തൽക്കാലത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരുന്നു. അതിന് പകരമാണ് ഇപ്പോൾ കുനോ നാഷണൽ പാർക്കിൽ ചീറ്റാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതിനെ ബന്ധപ്പെട്ടിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന റീജിയൻ കോസ്റ്റൽ ആൻഡ് മറൈൻ നാഷണൽ പാർക്കുകളാണ്. കോസ്റ്റൽ നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷദ്വീപ് കോസ്റ്റ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ കോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന നാഷണൽ പാർക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും മിക്കവാറും പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ട്സ് കോറൽ റീഫ്സ് അല്ലേ, ഓഫ് കോഴ്സ് ഇറ്റ് പ്രൊട്ടക്ട്സ് മാംഗ്രൂവ്സ് ആൻഡ് മറൈൻ ബയോഡൈവേഴ്സിറ്റി. ഈ മൂന്ന് പ്രധാനപ്പെട്ട ഫ്ലോറ ആൻഡ് ഫൗണേനെയാണ് ഈ നാഷണൽ പാർക്കുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. വൈറ്റൽ സ്പോണിംഗ് സൈറ്റ്സ് ഫോർ ഫിഷസ് ആൻഡ് ക്രാബ്സ്. നിങ്ങൾക്കറിയാം മാംഗ്രൂവ്സിന്റെ കേസിൽ മാംഗ്രൂവ്സ് ആക്ട് ആസ് എ വൈറ്റൽ സ്പോണിംഗ് സൈറ്റ് ഫോർ ഫിഷസ് ആൻഡ് ക്രാബ്സ്. നിങ്ങൾക്കറിയാം മാംഗ്രൂവ്സിന്റെ ഇൻട്രിക്കേറ്റ് റൂട്ട് സിസ്റ്റം ആണ് അതിനുള്ളത്. ഇൻട്രിക്കേറ്റ് റൂട്ട് സിസ്റ്റം ഭയങ്കര ഫൈൻ ആയിട്ടുള്ള റൂട്ടാണ് ഉള്ളത്. കുറേ ഒരു 10,000 റൂട്ടുകൾ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വന്നിട്ട് സ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. ക്രാബുകളൊക്കെ സ്പോൺ ചെയ്യാൻ ഉപയോഗിക്കും. കാരണം വലിയ മീനുകൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡേഷൻ ഒഴിവാക്കാൻ പറ്റും കുഞ്ഞു മീനുകൾക്ക്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വൈറ്റൽ സ്പോണിംഗ് സൈറ്റ് ആണ്. വൈറ്റൽ നെസ്റ്റിംഗ് സൈറ്റ്സ് കൂടിയാണ് ടേർട്ടിൽസിന്റെ കേസിൽ. കുറെ പിന്നെ തീരത്തൊക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തീരത്തൊക്കെ പണ്ട് ഈ ടേർട്ടിൽസ് ഒക്കെ വന്ന് മുട്ടിയിട്ടുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാരുള്ളത് കൊണ്ട്, ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് ഈ കടലാമകൾക്കൊന്നും ഇവിടെ വന്നിട്ട് മുട്ടയിടാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇത്തരം നാഷണൽ പാർക്കിലൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു തീരം പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അവിടെ വൈറ്റൽ ടേർട്ടിൽ നെസ്റ്റിംഗ് സൈറ്റുകൾ കൂടിയാണ്. ഓക്കെ, ആ കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് കംസ് ദ സുന്ദർബൻസ് നാഷണൽ പാർക്ക്, വെസ്റ്റ് ബംഗാൾ. സുന്ദർബൻസിന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗ്രോവിന്റെ കേസ്, മാംഗ്രോവ് ഫോറസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇവിടെ സുന്ദർബൻസിൽ വേൾഡ്സ് സിംഗിൾ ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ലോകത്തിലെ സിംഗിൾ ലാർജസ്റ്റ് ആണ്. ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് പാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇന്തോനേഷ്യയിലാണുള്ളത്. പക്ഷേ സിംഗിൾ ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർബൻസ് ആണ്. അത് ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും രണ്ട് ഭാഗത്തായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഏകദേശം 60% ബംഗ്ലാദേശിലാണ്, ഏകദേശം 40% മാത്രമേ ഇന്ത്യയിലുള്ളൂ. അവിടെ എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ബംഗാൾ ടൈഗർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഫിഷിംഗ് ക്യാറ്റ്, ഇതാണ് കേട്ടോ ഫിഷിംഗ് ക്യാറ്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ ക്യാറ്റ് മെയിനായിട്ട് ഫിഷാണ് കഴിക്കുക. ഫിഷസിനെ ഹണ്ട് ചെയ്തിട്ടാണ് കഴിക്കുക. അതുകൊണ്ടാണ് ഫിഷിംഗ് ക്യാറ്റ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ദെൻ കംസ് ദ വാട്ടർ മോണിറ്റർ ലിസാർഡ്. ഇതാണ് കേട്ടോ വാട്ടർ മോണിറ്റർ ലിസാർഡ്. നിങ്ങൾ ഉടുമ്പിനെ കണ്ടിട്ടില്ലേ? ഉടുമ്പിനെ ബംഗാൾ മോണിറ്റർ ലിസാർഡ് ആണ് പറയാം. ബംഗാൾ മോണിറ്റർ ലിസാർഡ്. പക്ഷെ ഇവിടെ ഈ സുന്ദർബൻസിൽ കാണുന്നത് വാട്ടർ മോണിറ്റർ ലിസാർഡ് ആണ്. ഓക്കെ, അത് കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ കംസ് ദ ഗാൻജറ്റിക് ഡോൾഫിൻ. നമ്മൾ പറഞ്ഞല്ലോ ഗംഗയിലും ബ്രഹ്മപുത്രയിലും ഗാൻജറ്റിക് ഡോൾഫിൻ ഉണ്ട്. അപ്പോൾ ഈ സുന്ദർബൻസ് ഓഫ് കോഴ്സ് ഈ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഡെൽറ്റ ആയതുകൊണ്ട് അവിടെയും ഗാൻജറ്റിക് ഡോൾഫിൻ കാണും. ഓക്കെ, അതിന്റെ ഫോട്ടോ ആണ്. ഒരു നല്ല നീളമുള്ള ഒരു സ്നൗട്ട് ആയിട്ടുള്ള ഒരു പിന്നെ ആനിമലാണ് ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക്, തമിഴ്നാട്. എവിടെയാണ് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് ആണെന്ന് നമുക്കറിയാം. ഇവിടെ രാമേശ്വരം വരും. ഈ തമിഴ്നാടിന്റെ ഈ ഒരു ഭാഗത്ത് രാമേശ്വരം വരും. പിന്നെ ഈ രാമസേതു എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട് ശ്രീലങ്കയിലേക്ക്. അതിന് സൗത്തായിട്ട് കാണുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്. അതിന് മേലുള്ള റീജിയൻ നമ്മൾ ഈ പാർക്ക് സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ പാർക്ക് സ്ട്രേറ്റിന്റെ ഭാഗം തന്നെയാണ് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക്. പക്ഷേ ഈ ഒരു രാമേശ്വരം കണക്ഷന്റെ സൗത്ത് ആയിട്ടാണ് ഇത് വരുന്നത്, ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക്. ഇന്ത്യസ് ഫസ്റ്റ് മറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ് കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് മറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ്
ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്. ഓക്കെ, ഐലൻഡ്സും ഉണ്ട്, ഒത്തിരി കോറൽ റീഫ്സ് അവിടെയുണ്ട്. ഒരു കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ഓഫ് കോറൽ റീഫ്സിന്റെ ഒരു ഹാർബർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഡ്യൂഗോങ് കേട്ടോ. ഡ്യൂഗോങ് എന്ന് പറഞ്ഞാൽ കടൽ പശു നമ്മൾ പറയാം. ഡ്യൂഗോങ്, ടേർട്ടിൽസ്, റീഫ്സ് ആൻഡ് സീ ഗ്രാസസ് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗൾഫ് ഓഫ് മറൈൻ നാഷണൽ പാർക്കിലുണ്ട്. ധാരാളം സീ ഗ്രാസസും ഉണ്ട്. ഈ സീ ഗ്രാസസിനെ ഫീഡ് ചെയ്തിട്ടാണ് ഡ്യൂഗോങ് ജീവിക്കുന്നത്. ഡ്യൂഗോങ് കംപ്ലീറ്റ്ലി, ഈ ഡ്യൂഗോങ് എന്ന് പറയുന്നത് കടൽ പശു എന്ന് പറയും, കംപ്ലീറ്റ്ലി ഹെർബിവോർ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് കേട്ടോ. നമ്മൾ സ്പീഷീസിനെ കുറിച്ച് എടുത്ത സമയത്ത് നമ്മൾ ഡ്യൂഗോങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. And next comes the Campbell Bay National Park, Great Nicobar. നമുക്കറിയാം ആൻഡമാൻ ഐലൻഡ്സും നിക്കോബാർ ഐലൻഡ്സും ഉണ്ട്. ഇതാണ് ആൻഡമാൻ ഐലൻഡ്സ്, ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഇതാണ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഈ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ അകത്ത് കുറച്ചധികം നിക്കോബാർ ഐലൻഡ്സ് വരുന്നത്. കാർ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ കാണുന്ന ഈ സദേൺ പോർഷനിൽ കാണുന്ന ഈ ഒരു ഐലൻഡിൽ, അതായത് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലെ ഏറ്റവും വലിയ ഐലൻഡാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ഇതാണ് ഇവിടെ, അവിടെയാണ് ഈ പറയുന്ന ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് കാണുന്നത്. ഓക്കെ, ഈ ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ഇതൊക്കെ കണ്ടോ, ഈ ഗ്രേറ്റ് നിക്കോബാറിന്റെ വലിയൊരു ഭാഗവും ക്യാമ്പൽ ബേ നാഷണൽ പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് താഴെ ഗലാത്തിയ നാഷണൽ പാർക്ക് എന്നുണ്ട്, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ഒന്ന് മനസ്സിലാക്കുക. അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് നിക്കോബാർ മെഗാപോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ നിക്കോബാർ മെഗാപോഡിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോഴി വർഗത്തിൽ കോഴിയാണ് നമുക്ക് തോന്നിപ്പോവും, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. പറക്കാൻ പറ്റാത്ത, നടന്നു പോകുന്ന ഗ്രൗണ്ട് ബേർഡ് ആയിട്ടുള്ള ഒരു ബേർഡാണ് നിക്കോബാർ മെഗാപോഡ് എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കൺസർവേഷൻ പ്രോഗ്രാംസും നിക്കോബാർ മെഗാപോഡിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ദെൻ കംസ് ദി സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കൂടി ഒരു ക്യാമ്പൽ ബേ നാഷണൽ പാർക്കിൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെ റിസൈഡ് ചെയ്യുന്ന ഒരു ട്രൈബൽ പോപ്പുലേഷന്റെ പേരാണ് ഷോംപെൻ ട്രൈബ്സ് കേട്ടോ. ഷോംപെൻ ട്രൈബ്സ്, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ കംസ് ദ ഗലാത്തിയ നാഷണൽ പാർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റ് ക്യാമ്പൽ ബേ നാഷണൽ പാർക്കിന്റെ സദേൺ പോർഷനായിട്ടാണ് ഗലാത്തിയ നാഷണൽ പാർക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ പറഞ്ഞ കോസ്റ്റും ഈ ഗലാത്തിയ നാഷണൽ പാർക്കിന്റെ ഇതായിട്ടുണ്ട് കേട്ടോ. ആൻഡ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സീ ടേർട്ടിലാണ് ലെതർ ബാക്ക് സീ ടേർട്ടിൽ. ഈ ലെതർ ബാക്ക് സീ ടേർട്ടിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ കാണുന്ന സീ ടേർട്ടിൽസിൽ ഏറ്റവും ഏകദേശം 7 സ്പീഷീസോളം നമുക്ക് സീ ടേർട്ടിൽസ് ഉണ്ട് ലോകത്തിൽ. അതിൽ ഏറ്റവും വലിയ സീ ടേർട്ടിലാണ് ലെതർ ബാക്ക് സീ ടേർട്ടിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിന് ലെതർ ബാക്ക് സീ ടേർട്ടിൽ എന്ന് പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ആമകളുടെ പുറന്തോട് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പുറന്തോടായിരിക്കും. പക്ഷേ ഈ ലെതർ ബാക്കിന്റെ കേസിൽ നമ്മൾ ഈ ലെതർ ഉണ്ടല്ലോ, നമ്മുടെ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ലെതറിൽ തൊടുമ്പോൾ നമുക്കൊരു ടെക്സ്ചർ ഫീൽ ചെയ്യില്ലേ, ആ ഒരു ടെക്സ്ചറാണ് ഈ ആമയുടെ പുറന്തോടിനുള്ളത്. പകരം തോട് നമ്മൾ തട്ടുമ്പോൾ ടക് ടക് ശബ്ദം കേൾക്കുന്ന ആ ഒരു തോടിന്റെ ടെക്സ്ചർ അല്ല, ഒരു ഹാർഡ് ടെക്സ്ചർ അല്ല, പകരം ഒരു ലെതറി ടെക്സ്ചറാണ് ഇതിന്റെ ബാക്ക് സൈഡിനുള്ളത് അല്ലെങ്കിൽ പുറന്തോടിനുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ലെതർ ബാക്ക് സീ ടേർട്ടിൽ എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ ഡ്യൂഗോങ്ങിനെയും അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള സീ ഗ്രാസസ്, കോറൽ റീഫ്സിനൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ ലൊക്കേറ്റഡ് ഇൻ കാവേരി ബേസിൻ? നാഗഹോള നാഷണൽ പാർക്ക്, പാപിക്കൊണ്ട നാഷണൽ പാർക്ക്, സത്യമംഗലം ടൈഗർ റിസർവ്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഈ 4 കാവേരി ബേസിനിൽ സ്ഥിതി ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം കാവേരി ബേസിൻ എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്താ പറയുക, സദേൺ കർണാടകയുടെ പോർഷനിൽ കൂടി പോയിട്ട് തമിഴ്നാട് വഴി പോയിട്ട് കാവേരി അവസാനം ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിന്റെ ഭാഗമായിട്ട് വരും. കാവേരി ബേസിനിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത്. അതേപോലെ പാപിക്കൊണ്ട നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശിൽ വരുന്ന നാഷണൽ പാർക്ക് ആണ് കേട്ടോ. അപ്പൊ അതെന്തായാലും വരാൻ സാധ്യതയില്ല. 2 എന്തായാലും വരില്ല. 2 ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് നാഗർഹോള വരും. നാഗർഹോള എന്തായാലും വരും, കാരണം നാഗർഹോളയിലാണ് ഈ പറയുന്ന കബിനി പിന്നെ ഒഴുകുന്നത്. കബിനി നദി ഒഴുകുന്നത് നാഗർഹോളയിലാണ്. ഈ കബിനി എന്ന് പറയുന്നത് കാവേരിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അപ്പോൾ നാഗർഹോള വരും, സത്യമംഗലം വരും, തമിഴ്നാട്ടിൽ കാണുന്നതാണ്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയ കേസിലും നാഷണൽ പാർക്കിന്റെ കേസിലും പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നാഷണൽ പാർക്കിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക, അതിന്റെ റീജിയൻ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക, ഏതൊക്കെ സ്പീഷീസിനെ അതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ആ സ്പീഷീസിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ് കാണുന്നവരേക്കും ബൈ.